ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനോ വൈകിട്ട് ചായക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി നോക്കിയാലോ. വളരെ ഈസിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണിൽ ആ ഓൾ എന്നുള്ള ഓപ്ഷനോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ, ഗോതമ്പ് പൊടിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ഈ കുഴച്ചതിന് ശേഷം ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു നുണക്കുഴിയൊക്കെ വീഴണം. അതാണ് നല്ല സോഫ്റ്റായെന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ ദേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടില്ലേ, തൊട്ട് കാണിക്കാം, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ആക്കി എടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ലേശം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ഷേപ്പിലാണോ ഇത് ഉണ്ടാക്കുന്നത് അത് ഇതിനകത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് തിളയ്ക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിവിടെ ബോൾസ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് വേണമെങ്കിൽ സേവനാഴിയിൽ പിഴിഞ്ഞൊക്കെ എടുക്കാം കേട്ടോ. അതിനുശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് വേവിക്കണം. നല്ല വെട്ടി തിളയ്ക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് വരണം. വെന്ത് വന്നതിന് ശേഷം ആ വെള്ളം ഊറ്റി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1.5 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ഉണക്കമുളക് നുറുക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശ്രദ്ധിക്കാം, മുളക് കരിഞ്ഞു പോകരുത് കേട്ടോ. ഇതിലേക്ക് ഒരു സവാള നുറുക്കിയതും ഒരു പച്ചമുളക് നല്ല ചെറുതായി അരിഞ്ഞാണ്. അതിനോടൊപ്പം 1.5 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് അരിയണമെന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. ഞാൻ ഈ സമയം കൊണ്ട് നമ്മുടെ ഗോതമ്പിൻ്റെ ബോൾസ് എല്ലാം വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഈ തക്കാളിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മസാല ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയോ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്ത് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അതിൽ മിക്സായി വരണം. ഈ ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് നമ്മുടെ മാഗി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം വേറൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എന്ത് വേണമെങ്കിലും ചേർക്കാം. വേണമെങ്കിൽ മസാല ഒഴിവാക്കാം. മസാല ഇല്ലെങ്കിലും ഇത് നല്ല രുചി തന്നെയാണ്. പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പം അതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ വെറുതെ കോരി വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് കഴുകിയിട്ടൊന്നുമില്ല, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കണ്ടില്ലേ, ഓരോന്നും സെപ്പറേറ്റ് കിടക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇതിൽ ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണ്ടേ, അതുകൊണ്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വയ്ക്കണം. അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബോൾസ് തിളച്ച ആ വെള്ളം ഉണ്ടല്ലോ, അതിൽ കുറച്ച്, അല്ലെങ്കിൽ സാധാരണ വെള്ളമാണെങ്കിലും മതി. എൻ്റെ കയ്യിൽ ആ വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ചേർക്കുന്നേ ഉള്ളൂ. അതൊരു ലേശം 1 ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവട്ടെ. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ഫ്ലേവേഴ്സ് എല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല കറക്റ്റ് പാകമാവും. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ടൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സോസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം.
അപ്പോൾ നമുക്ക് നാളെ ഇതുപോലുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാനിതിപ്പോൾ സെർവ് ചെയ്യാണ്. ഞാൻ ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടുതൽ വേറൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാം. നല്ല ചൂടോടെ കഴിക്കാൻ നോക്കുക, അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റി. നാരങ്ങ നീര് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നാരങ്ങ നീര് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് എലിവേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമുക്കിന്നാൽ നാളെ കാണാം.